കിള്ളി പനയങ്കോട് മേച്ചിറ റോഡിന്റെ അപാകതയിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. നാട്ടുകാർ വഴി തടഞ്ഞെങ്കിലും കാട്ടാക്കട എസ്.ഐ മനോജ് സമരക്കാരെ മാറ്റാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. 3 മാസങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച റോഡ് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് കാരണം ഈ പ്രദേശത്തെ ആകെ ഉണ്ടായിരുന്ന ബസ് സർവീസും നിർത്തിവെച്ചിരിക്കുന്നു. 25 കോടിയുടെ റോഡ് വർക്കാണ് മാസങ്ങൾക്കകം പൊളിഞ്ഞത്. ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ് റോഡ് പണി നടത്തിയത്. വണ്ടി കൊണ്ടിട്ട് ബംഗാളിൽ വന്ന് 4 ദിവസം വന്നേക്കുന്നത്. ബംഗാളിൽ വണ്ടി 2 മാസം വരെ വണ്ടി കൊണ്ടുവന്ന് ആരും വരില്ല സാറേ. നമ്മൾ ഈ റോഡിൽ കഷ്ടപ്പെട്ടിട്ടേ പോകും. അങ്ങനെ വരാന്ന് പറഞ്ഞില്ല. അദ്ദേഹം നാളെ വരാന്നാണ് പറഞ്ഞത്. നമ്മൾ ഇത്ര ഉപരോധിച്ചുകൊണ്ടാണ് അവർ വരാൻ പറഞ്ഞത്. അപ്പൊ സാറൊക്കെ ഇതുപോലെ നിങ്ങളൊക്കെ ഇതിന് കൂട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം ഒരു വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾക്ക് ഇതുകൊണ്ടിരിക്കണ്ടേ. ജോലിയല്ല, മനസ്സിലായോ? സഞ്ചാര സ്വാതന്ത്ര്യം നോക്കണം. എന്റെ ജോലി ദിവസമായിട്ട് നിങ്ങൾ ആരും കണ്ടില്ല. സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. നമ്മൾ ഇത്രയും കാലം ഈ പൊളിഞ്ഞ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അപ്പൊ ആരും കണ്ടില്ല. ഇവിടെ പലരും ആശുപത്രി കൊണ്ടുപോയി. സർക്കാർ ബസ് ഇവിടെ നിർത്തി വെച്ചു. അപ്പഴേ വന്നില്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഒരാൾക്ക് വേണ്ടിട്ട് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അല്ല, സാറ് പറഞ്ഞത് അങ്ങനെയല്ലേ. നമുക്ക് അധികാരം നാട്ടുകാരല്ല സാറേ. അയാൾ അതുകൊണ്ടാണ് വരാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കാട്ടാക്കട വിളപ്പിൽ മലയങ്കിരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കിള്ളി മേച്ചിറ മൂങ്ങോട് EMS അക്കാദമി റോഡാണ് ഈ പണി നടന്നുകൊണ്ടിരുന്നത്. കോടികൾ മുടക്കിയാണ് ഈ റോഡിന്റെ പണികൾ നടന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ലെയർ പണിയോടുകൂടി ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ അവർ ഒരു ലെയർ ചെയ്തെങ്കിൽ ആ ചെയ്ത ഭാഗം തന്നെ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പം അത് മാറ്റി റോഡ് റീടാർ നല്ല ഫിനിഷിങ്ങോട് കൂടി റോഡ് ചെയ്യണമെന്നുള്ള ആവശ്യമായിട്ടാണ് ഈ ഇവിടുത്തെ ആൾക്കാർ പ്രതിഷേധമായി നിൽക്കുന്നത്. അതിനൊപ്പം നമ്മളുമുണ്ട്. പല പ്രാവശ്യം പ്രതിഷേധിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പം ഏകദേശം അവർ ഒരു 250-300 മീറ്റർ പണി ചെയ്യും. പിന്നെ 2 മാസത്തോളം വീണ്ടും പണി നിർത്തിവെക്കും, വീണ്ടും പണി ചെയ്യും. അങ്ങനെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപാകതമുണ്ട്. പലയിടത്തും ഓടകൾ നിർമ്മിക്കേണ്ടത് നിർമ്മിച്ചിട്ടില്ല, സ്ലാബുകൾ ഇടേണ്ടത് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ കലുങ്കുകൾ നിർമ്മിക്കേണ്ട സ്ഥലങ്ങൾ അത് ഒഴിവായി കിടക്കുന്നുണ്ട്. ഈ കലുങ്കുകൾ നിർമ്മിക്കേണ്ട സ്ഥലങ്ങളിൽ ടാറിങ് ഒഴിവാക്കിയാണ് അവർ പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തെല്ലാം ആൾക്കാർ ഡെയിലി വീണ് അവരുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് പല ആൾക്കാരും പിന്നെ രോഗത്തിലായിട്ടുണ്ട്. ഇപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുന്നതിനുള്ള നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്. അവർ എന്ത് പണി ഉണ്ടെങ്കിലും അത് ഫിനിഷിംഗ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് പണികളൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഏകദേശം 8 മാസത്തോളമായി നമ്മുടെ ഈ പ്രദേശത്ത് വെറും സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനൊന്നും ഒരു പിന്നെ സംവിധാനമില്ല. ബസ് മാത്രമാണ് പിന്നെ ആശ്രയമായിരുന്നത്. ഇപ്പോൾ ഈ 7-8 മാസം കൊണ്ട് ബസ് ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് പിന്നെ നടന്നാണ് അവർ സ്കൂളിൽ പോകുന്നത്. രാവിലെ അവരുടെ ആഹാരവും ഒക്കെ കൊണ്ട് വളരെ വെയിറ്റോട് കൂടെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ പാവം തോന്നും. കുട്ടികൾ ഇങ്ങനെ ചുമന്നോട്ട് പോകുന്നത് കാണുമ്പോൾ. ചേട്ടാ, കിള്ളി മേച്ചിറ മൂങ്ങോട് റോഡാണിത്. മേച്ചിറ വഴി മൂങ്ങോട് പോകുന്ന മെയിൻ റോഡാണ് ഇത്. 2016 ശേഷം ഇത് ഇതുവരെ ടാർ ചെയ്തിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധം ഒരുപാട് നടത്തിയിട്ട് ആദ്യമായിട്ട് ടാറിങ് വന്നതാണ്. ഇവിടെ 2 പ്രാവശ്യം മെയിൻ്റനൻസ് ചെയ്ത് നമ്മളെ പറ്റിച്ച് അതിനുശേഷം ആദ്യമായി ടാറിങ് വന്നപ്പോഴാണ് ഈ ടാർ ചെയ്തിരിക്കുന്നതിന്റെ അവസ്ഥയാണ്. ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ടാർ ചെയ്ത് 3 മാസമായില്ല. ഈ 3 മാസത്തിനിടയ്ക്ക് ഈ റോഡ് ഓരോ സൈഡായിട്ട് പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
2016 ശേഷം ഒന്നാമത്തെ കാര്യം ഇവിടെ വേറെ ടാറിങ് കണ്ടില്ല, അവർ മെയിൻ്റെനൻസ് മാത്രമേ ചെയ്തു പോയിട്ടുള്ളൂ. ഫിനിഷിങ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ടെക്നോളജി ഒരു ഇതുമില്ലാതെ ഒരു വീടിന്റെ മതിലിന്റെ സൈഡിൽ നിന്ന് ഓർഡർ ചെയ്തു വന്നിരിക്കുകയാണ്. ഒരു സാങ്കേതികമായിട്ട് ഒരു കാര്യം ഇതിൽ ചെയ്തിട്ടില്ല. അവർ എന്നും പറഞ്ഞ ഒരാളെ ഇവിടെ വിട്ട്, ഞങ്ങൾ ഇതിന് നേരത്തെ വിട്ട് പറഞ്ഞാണ് ഇവർ ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ മൂടരായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊളിച്ചിട്ട് 2 മാസം 3 മാസത്തോളം പൊളിച്ച് പൊടിയായി ഇവിടുത്തെ പല കുട്ടികൾക്കും ആസ്മയും അതുപോലെ തന്നെ ന്യൂമോണിയ, ആസ്മ എന്നുള്ള അസുഖങ്ങൾ വന്ന് പലരുടെയും വളരെ ശോചനീയ അവസ്ഥയിലോട്ടാണ് ഈ നാട് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വാപ്പ ഹാർട്ട് പേഷ്യന്റ് ആണ്. ചുമച്ച് ഇതിന്റെ പൊടി അടിച്ച് ചുമച്ച് രക്തം ഛർദ്ദിച്ച് മെഡിക്കൽ കോളേജിൽ വരാൻ പറയാം. നമ്മൾ എന്നിട്ട് ഇതൊക്കെ പരാതി നിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരു ഗതാഗതം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ എന്നിട്ട് ഇപ്പം ഇത്രയും വളരെ മോശമായിട്ടൊരു രീതിയിലുള്ള റോഡ് നമ്മൾ ആരും പ്രതീക്ഷ. പക്ഷേ നമ്മൾ കരുതിയതെന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ഇനി ഒരു ടാർ വരെ അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് വർക്ക് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെയും ഇന്നുമായി ഈ റോഡ് വർക്ക് ചെയ്ത അവരെ ഓഫീസായ അന്തീർക്കോണത്ത് പോയി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ഇതിന് മുകളിലൊരു ടാറിങ് ഉണ്ടാവില്ല, പകരം ഇവിടെ നിങ്ങൾക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പാച്ച് വർക്ക് ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. ഇവരുടെ AEO വരെ എന്ന് അന്വേഷിച്ചു, അവരതിന്റെ ക്രമക്കേടുകൾ കണ്ടതായിട്ടും അവർ പറയുന്നുണ്ട്. അതിൽ അവർ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഇതിന് മുകളിൽ റീടാറിങ് ചെയ്യാൻ പറ്റൂല, പകരം അവർക്ക് ഇതിനെ പാച്ച് വർക്ക് ചെയ്യാനേ പറ്റും. അപ്പം നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാച്ച് വർക്ക് ചെയ്യാനാണെങ്കിൽ ഇവർക്ക് ഇത് ആദ്യമേ ഇതിന്റെ മുകളിൽ റോളർ വെച്ച് ടാർ ചെയ്ത് നേരത്തെ ചെയ്ത. ഇപ്പൊ നമ്മുടെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഇത്രയും അഴിമതി കാണിച്ചിട്ട് നമുക്ക് നല്ലൊരു റോഡ് തരാത്താണ് നമ്മുടെ പ്രശ്നം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇവരെ ഒരു AEO ഓവർസീസർ എന്ന് പറയുന്ന ഒരാളാണ്, അദ്ദേഹം വരെ നമ്മുടെ അടുത്ത് പറഞ്ഞാണ്. കാരണം ഇവരെ ആദ്യം ഇവിടെ ടാർ ചെയ്തതിന്റെ മെഷീന് മോശമായതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ ആയതെന്ന് അവർ തന്നെ കുറ്റം സമ്മതിക്കുകയും, രണ്ടാമത് മുകളിലോട്ട്, അതായത് മേച്ചറയ്ക്ക് മുകളിലോട്ടുള്ള സ്ഥലങ്ങൾ പനയങ്കോട് മൂങ്ങോട് റോഡിന് അവിടെ അവർ വേറെ പുതിയ മിഷീൻ കൊണ്ടുവന്ന് അവിടെ നല്ല രീതിയിൽ. അപ്പൊ ഈ അനീതി അനാസയും അവർക്ക് ഏറ്റെടുത്ത് നമുക്ക് നല്ല രീതിയിൽ റോഡ് ടാർ ചെയ്യാതെ ഇതിന് യാതൊരു പ്രതിവിധിയും നമ്മൾ തയ്യാറല്ല. നമ്മൾ പാച്ച് വർക്ക് നമുക്ക് ആവശ്യമില്ല. കാരണം ഇത് നമ്മളല്ല പറഞ്ഞത്, അവരുമായിട്ട് ബന്ധപ്പെട്ട അധികാരി അദ്ദേഹം തന്നെ ഇവിടെ ഉണ്ട്, അദ്ദേഹം സമ്മതിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അവരെ AEO ഇവിടെ വരാമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം ആ AEO വന്ന് കണ്ട് അതിനൊരു ഉത്തരവാദിത്തപ്പെട്ട രീതിയിലുള്ള മറുപടി തയ്യാറല്ല. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ സഹിച്ചത് നമുക്ക് നല്ലൊരു റോഡിന് വേണ്ടി. കാരണം നിങ്ങൾ തന്നെ കണ്ടതാണ്, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഈ റോഡിന്റെ അവസ്ഥ എന്താണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ മഴ പെയ്ത സമയത്ത് അടക്കം ഈ റോഡ് പൊങ്ങിയും താന്നുമാണ് ഇരിക്കുന്നത്. ഇതിൽ ചറക്കി ഞാൻ വീണിട്ടുണ്ട്. ഇതാ ഈ ഇരിക്കുന്ന പല ആൾക്കാർ കുടുംബമായിട്ട് വന്ന് മഴയത്ത് എത്രയും തവണ ഞങ്ങൾ ആരെടുത്ത് പറയാറ്, ഒരു MLA ഓഫീസിൽ പോയി പരാതി പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇതാ എവിടെയാണ് നേരത്തെ ഒരാളുണ്ടായിരുന്നല്ലോ മുകേഷ്, എവിടെ അദ്ദേഹം MLA ഓഫീസിനെ വിളിച്ച് MLA അടുത്ത് വിളിച്ച് റോഡിനെ പറ്റി ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഒരു അധികാരി, ഒരു ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അധികാരി നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച ജനപ്രതിനിധി പറഞ്ഞ വാക്കാണ്. അപ്പൊ ഇതൊന്നും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിലോട്ട്. അല്ല വെറുതെ നമ്മൾ വന്ന് നമുക്ക് ആരെയും കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിക്കാനോ നമുക്ക് വന്ന് നമുക്ക് ഉറപ്പ് തരണം. റീടാർ ചെയ്യുമെന്ന് AI വന്ന് ഉറപ്പ് തരാതെ ഈ പ്രതിഷേധം ഞങ്ങൾ അവസാനിപ്പിക്കൂല. എവിടം വരെ നിങ്ങൾ